വർക്ക് പെൻഡിങ്ങിലുള്ളതുകൊണ്ട് അതായത് 17-ാം തീയതി വൈകുന്നേരമാകുന്നതോടുകൂടി ഇത് തുറന്നു കൊടുക്കും എന്ന ഉറപ്പാണ് അവരുമായി സംസാരിച്ചപ്പോൾ കിട്ടിയത്. അതുവരെ നാം നമ്മുടെ വാഹനങ്ങൾ മറ്റു വഴികളിലൂടെ പോയിട്ടാണെങ്കിലും ഈ പ്രവൃത്തിയോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വിഷയമുള്ളത് ഏറെ സന്തോഷകരമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ അമൃത എക്സ്പ്രസ് തിരുവനന്തപുരത്തു നിന്നും വൈകുന്നേരം രാത്രി 8:30-ക്കാണത് അവിടെ നിന്നും ആരംഭിക്കുന്നത്. അത് ഏകദേശം ഒരു 4:35 5 മണിക്കടുത്താണ് ഇവിടെ ഊട്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുക. നിലവിൽ പാലക്കാട് നിന്നും ആരംഭിച്ചത് പിന്നീട് പൊള്ളാച്ചിയിലേക്കും പിന്നെ അത് മധുരയിലേക്കും നീട്ടി. ഇപ്പോൾ അത് രാമേശ്വരം വരെ വരുന്ന 17-ാം തീയതി മുതൽ പോവുകയാണ് എന്ന് ആണ് അറിയുന്നത്. തീർച്ചയായും ഒരു പിലിഗ്രിം ടൂർ എന്ന നിലയിൽ തീർത്ഥാടനത്തിന് പോകുന്ന ആളുകളെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും യാത്ര ആരംഭിച്ചാൽ യഥാർത്ഥത്തിൽ അത് പഴനിയിലിറങ്ങാം, മധുരയിലിറങ്ങാം, രാമേശ്വരം വരെ പോയി തിരിച്ച് വരാവുന്ന തരത്തിലാണ് നമ്മുടെ അമൃത എക്സ്പ്രസിൻ്റെ യാത്ര. ഇത്തരത്തിൽ ദീർഘിപ്പിച്ചിട്ടുള്ള ട്രെയിനിൻ്റെ യാത്ര തുടങ്ങുന്നത് 17-ാം തീയതിയാണ്. ഒറ്റ കാര്യമേ ഞങ്ങൾക്കൊക്കെ അഭ്യർത്ഥിക്കാനുള്ളൂ, യാത്രാക്ലേശം പരിഹരിക്കാൻ ഏറ്റവും സുഖകരമായ യാത്രയ്ക്കും ട്രെയിൻ തന്നെയാണ്. പക്ഷേ ഇത് തമിഴ്നാടിൻ്റെ ഏറ്റവും എൻഡ് വരെ പോകുന്ന സമയത്ത് നമ്മുടെ നിലവിലുള്ള റിസർവേഷൻ കോട്ടകൾ കുറഞ്ഞു പോകുമോ എന്ന ആശങ്കയാണ് പൊതുവെ ജനങ്ങൾക്കുള്ളത്. അത് കുറയാത്ത രൂപത്തിൽ പുതിയ കോച്ചുകൾ അതിനോട് ഘടിപ്പിച്ചിട്ടാണെങ്കിലും യാത്ര നല്ല നിലയിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമവും നിലവിൽ പാലക്കാടും അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ വന്നു നിൽക്കുന്ന തീവണ്ടി ഈ പുതിയ ട്രെയിൻ എന്ന നിലയിൽ ഈ ഗേജ് മാറ്റം നടത്തിയതിന് ശേഷം നമ്മുടെ ഈ റെയിൽപാളം വഴി പോകാനുള്ളൊരു സൗകര്യം കൂടെ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട്. അതിനാവശ്യമായ രൂപത്തിൽ ബഹുമാനപ്പെട്ട MP നേരിട്ട് റെയിൽവേ മന്ത്രിയോടും മന്ത്രാലയവുമായും സംസാരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചൊരു സൗകര്യം നമുക്ക് അടിയന്തരമായി കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ അമൃതയിൽ പുതുതായി AC കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഓർഡിനറി കോച്ചുകൾ വർദ്ധിപ്പിക്കാനുള്ളൊരിടപെടൽ ബഹുമാനപ്പെട്ട നമ്മുടെ MP ശ്രീ രാധാകൃഷ്ണൻ അവർകൾ ഇടപെട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തോടുള്ള നന്ദിയും അറിയിക്കുകയാണ്. ഇപ്പോൾ ഈ റോഡിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുഴുവൻ യാത്രക്കാരും സഹകരിക്കുക. 2 ദിവസത്തിനകം തന്നെ ഇത് തുറന്നു കൊടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം തന്നെയാണ്.